22-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാൻ അതിൻ്റെ 12-ാമത്തെ വാക്യം. അനേകം കാളുകൾ എന്ന് പറഞ്ഞു നാശാൻ കുഞ്ഞുമാവിനെ ചുറ്റിയിരിക്കും. 13 ബുഭുക്ഷയോടെ അതുള്ള സിംഹം പോലെ അവരുടെ നേരെ വാങ്ങിക്കണം. 16-ാമത്തെ വാക്യം. നായ്ക്കൾ എന്ന് പറഞ്ഞു കുറ്റങ്ങളുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കും. 21 സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ എനിക്ക് ഉത്തരമേ. 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള ചില മൃഗങ്ങളുടെ പേരുകളാണ് ഇവിടെ നാം വായിച്ചത്. 22-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകതയും അതിന്റെ പ്രമേയവും ഒക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ഇവിടെ പറയുന്ന മൃഗങ്ങളൊക്കെ ഏതെല്ലാം ജനവിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ മൃഗങ്ങൾ ആരെയാണ് ഉപദ്രവിക്കുന്നത്? നമുക്കറിയാം, അതൊരു ആട്ടിൻകുട്ടിയെയാണ്. പക്ഷേ എനിക്ക് ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു മാൻകുട്ടിയാണ്. അത് അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ കാരണം അതിൻ്റെ ഹെഡിങ്ങാണ്. ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ, ആ രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ആരും വിശദീകരിച്ചിട്ടില്ല. ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ അഭിപ്രായം പറയുന്നത്. പക്ഷെ ആ മാൻപേട എന്ന് പറഞ്ഞാൽ പേടമാൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡിയർ, പെൺമാൻ. മാൻ പെണ്ണായാലും ആണായാലും പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഒരു ജീവിയാണ്. ആ പെൺകുട്ടിയെ പോലെ തന്നെ ഉഷസിൽ, ഒരു മാൻപേടയെ ഉഷസിൽ കണ്ടാൽ അത് ഉഷസാകും തോറും ആ മാൻപേടയെ പേടിയാണ്. മാനുകളെ സംബന്ധിച്ചിടത്തോളം അത് കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നു. ഒറ്റയ്ക്ക് കണ്ടാൽ അത് കൂട്ടം തെറ്റി വന്നതാണ്. അപ്പം ഞാനിതൊക്കെ ധ്യാനിച്ചപ്പോൾ നമ്മുടെ കർത്താവിനോട് വളരെയധികം ബന്ധമുള്ള ഒരു മാനിൻ്റെ സ്വഭാവമൊക്കെ നമ്മുടെ കർത്താവിനോട് വളരെ ബന്ധമായിട്ട് എനിക്ക് തോന്നുകയുണ്ട്. പക്ഷേ ആട്ടിൻകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒക്കെ നമ്മുടെ ഭാവനയിൽ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഈ സങ്കീർത്തനത്തിൽ തന്നെ ഈ ഉപദ്രവിക്കപ്പെടുന്ന ജീവി ആരാണ് എന്ന് പറയുന്നത്. അത് 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഞാനും മനുഷ്യനല്ല, ഒരു കൃമിയത്രയുണ്ട്, ഒരു കൃമിയാണ് ഇവിടെ പറയുന്ന. ഈ വായു പുലർത്തുന്ന സിംഹമായാലും ചുറ്റും പറയുന്ന കാളക്കൂട്ടവുമായാലും നായകളായാലും കൊമ്പുകളുള്ള കാട്ടുപോത്തായാലും അവയുടെ ദൃഷ്ടിയിൽ വിഷയീഭവിക്കാത്ത ഒന്നാണ് പുഴു എന്ന് പറയുന്നത്, കൃമി എന്ന് പറയുന്നത്. ഒരു കൃമി, ഒരു പുഴു, ഒരു വേം എത്രമാത്രം നിസ്സാരമാണ്. മനുഷ്യനെ പുഴു എന്ന് പറയുന്നുണ്ട്, ഇയോട് പറയുന്നുണ്ട്, പുഴുവായ മർത്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. പുഴുവായ യാക്കോബെ എന്ന് ദൈവം വിളിക്കുന്നതായി നമ്മൾ കാണുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ആരാണ് കൃമി എന്ന് പറയുന്നത്? പുഴു എന്ന് പറയുന്ന ആര്? ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം ഒരു പുഴുവായി, ഒരു പ്രവചനമാണെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ താഴ്മയുടെ ഏറ്റവും ഒടുവിലത്തെ പടി എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നാം തോന്നുന്നത്. പൗലോസ് പറയുമ്പോൾ ക്രൂശുമരണം, അവൻ ദൈവത്തിലേക്ക് ദൈവത്തോളം സമത്വം മുറിവേൽപ്പിച്ചു എന്ന വാക്യം അവസാനിക്കുന്നത് മരണത്തോളം, ക്രൂശുമരണത്തോളം തന്നെ അനുസരണമുള്ളവരായിരുന്നു. അതാണ് പൗലോസ് പറയുമ്പോൾ ക്രൂശുമരണം. പക്ഷെ ഇവിടെ ഈ പ്രവചനത്തിൽ ഒരു പുഴു എത്രമാത്രം നിസ്സാരമാണ്, യാതൊരു തരത്തിലും പ്രതികരിക്കാനാകാത്ത ഒരു ജീവി. ഒരു പുഴുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്രസ്വമായ ആയുസാണ്. ചില പുഴു ഒക്കെ പരിണാമ പ്രക്രിയയോടെ കടന്നു പോകുന്നതാണ്, ചിത്രശലഭമൊക്കെ. സാധാരണയായി ഒരു പുഴു എന്ന് പറയുന്നത് ചില ദിവസങ്ങൾ മാത്രമാണ്, കൂടി വന്നാൽ 2 ആഴ്ച അതിന്റെ ആയുസുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒരു ഹ്രസ്വായുസുള്ള ജീവിക്ക് ഒരു സ്വർഗത്തിലെ ദൈവം, നിത്യനായ ദൈവം 10-33 വർഷം ഇവിടെ മനുഷ്യനായി ജീവിച്ചു എന്ന് പറയുന്ന അത്ഭുതകരമായ കാര്യമാണ്. ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ഒരു ചന്ദ്ര യാത്രയുണ്ടായിരുന്നു.
അപ്പോൾ 15-ൽ അദ്ദേഹം ചന്ദ്രൻ യാത്ര ചെയ്ത് ജീപ്പ് ഓടിച്ച ആളാണ്. അതിനുശേഷം അദ്ദേഹം നാസയിൽ നിന്ന് ജോലി രാജിവെച്ച് സുവിശേഷകനായി മാറി. അദ്ദേഹം സുവിശേഷ പ്രചരണാർത്ഥം കേരളത്തിൽ വന്നിട്ടുണ്ട്. 1985 അമേരിക്കയിലെ കൊളറാഡോയിലാണ് ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ധാരാളം ആളുകൾ. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്ന് പറയുന്ന അത്ഭുതകരമായ കാര്യമാണ്. പക്ഷെ അതിനേക്കാളും അത്ഭുതകരമാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് പറയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33 വയസ്സ് വരെ ജീവിക്കപ്പെട്ട നിത്യനായ ദൈവമാണ്. എത്രമാത്രം താഴ്മയുള്ളവനാണ്. ആ ക്രൂശ് മരണത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും കാണിക്കാതെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാം, ഭീഷണം പറയാം, യാതൊരു പ്രതികരണവുമില്ല. പ്രതികരണ ശേഷിക്കാത്തവരൊക്കെ ആയിത്തീർന്ന് നമുക്ക് വേണ്ടി ഇത്രമാത്രം താഴ്മ. ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ താഴ്മയെ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. എങ്കിലും ആ പരിമിതികളുള്ള വാക്കുകളോളം ചിന്തിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും നമുക്ക് വേണ്ടി താഴ്ന്നവനായ ഒരു പുഴുവിനെ പോലെ, ഈ കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ ഒരു പുഴുവിനെ പോലെയായ നമുക്ക് വേണ്ടി ജീവിതത്തിൽ താഴ്മ ലഭിച്ചു, നമുക്ക് ഔന്നത്യം നൽകിയ, നമ്മെ ആത്മീയമായി സ്വർഗത്തിലിരുത്തിയ, നിത്യജീവൻ നൽകിയ, ദൈവമക്കളാക്കിയ ആ കർത്താവ് നമുക്ക് ഓർക്കാൻ നമുക്ക് വേണ്ടി യേശു കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ, അവന്റെ യാഗം, അവന്റെ ത്യാഗം, അവന്റെ വേദന, ശിക്ഷ നമുക്ക് ഓർക്കാം. അവരുടെ ശരീരരക്തങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തിരുവത്താഴത്തിൽ നമുക്ക് ഭാഗവാക്കുകളാകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്ന്